ഹായ് നമസ്കാരം. ഇന്നലത്തെ കാറ്റിനുണ്ടല്ലോ നമ്മുടെ ചെടി മുരിങ്ങയിലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയേ അതിൻ്റെ മീതേക്ക് വാഴ പൊട്ടി വീണു. അതുകൊണ്ട് ഇതാ കീറിപ്പോയി. ചെറുതാണ്, കഴിഞ്ഞെല്ലാം കായ പിടിച്ചിനായിരുന്നു, അപ്പോൾ പൊട്ടി പൊളന്നു പോയി. പൂവുണ്ടായിന് മാത്രം, കായായിക്കെല്ലാം ഉണ്ടായിട്ടില്ല. ഇത്രയും വളർച്ചയുള്ളൂ, എന്നാലും കാറ്റിന് പൊട്ടി. നമ്മുടെ പഴയ വാഴയുടെ കൊലയൊടിഞ്ഞു. അവിടെ ഒരു കൊലയൊടിഞ്ഞു. 2-3 കൊല ഇന്നലെ ഒറ്റ കാറ്റിന് ഈ ചുറ്റുപാടിൽ തന്നെ ഒടിഞ്ഞ് കുറേ വാഴകൾ ഒടിഞ്ഞു പോയി. അപ്പുറത്തെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിനി മുരിങ്ങേന നമുക്ക് നല്ല രീതിയിൽ വളർത്തണ്ടേ. പൊട്ടിയ ഭാഗമില്ലേ, അവിടെ നന്നായിട്ട് ചെത്തിയിട്ട് എടുക്കണം, മുറിച്ച് വൃത്തിയാക്കണം. ഇലയെക്കൂടെ മുറിക്കണം, നല്ല വടിയേറി ചെടി അടിയാണ്ട് മുറിക്കണം, എന്നാലേ ബാക്കിയാണ്. ഇത് പിടിക്കേ. മുറിച്ച സ്ഥലത്ത് കറ്റാർ വാഴേൻ്റെ ജെല്ല് തടി കൊടുക്കുക, ചെറിയ തൈയല്ലേ. ഇഞ്ചി ഇട്ട് കൊടുക്കുക. കാറ്റിൽ നീങ്ങിപ്പോണേന്നൊന്ന് കെട്ടിക്കൊടുക്കാം അല്ലേ. ഈ പൊട്ടിയ ചെറിയ ചള്ള് കൊമ്പ് ഒന്ന് നട്ട് നോക്കാം. ഇതാണ് പൊട്ടിയ കൊമ്പ് മുരിങ്ങേൻ്റെ. ഇതിനും ജെല്ല് പുരട്ടി നോക്കുന്നുണ്ട്. ചള്ളാണ് കൊമ്പ്, എന്നാലും നട്ട് നോക്കാം. ബാക്കിയൊക്കെ ഒരുക്കും. ചെറിയൊരു കുഴി കൊത്തി ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് മണ്ണിൻ്റെ അടിയിലായിക്കോട്ടെ. വളമൊന്നും ചേർത്തിട്ടില്ല. വെട്ടിയമർക്കണം അല്ലേ. കാറ്റിന് പൊട്ടി വീണിട്ട് ഉള്ള മുരിങ്ങ പ്രൂൺ ചെയ്യലും കഴിഞ്ഞു. പ്രൂൺ ചെയ്ത് ആ ശാഖ കൊമ്പില്ലേ അത് നടിയിലും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തലയിൽ പിന്നെ ഒരു പ്ലാസ്റ്റിക് കെട്ടിക്കൊടുക്കുക. വെള്ളം ഇറങ്ങുന്നതിന് കെട്ടിക്കൊടുത്താൽ വളരെ നല്ലതാണ്. ഇത് 2 ആഴ്ച മുമ്പ് നട്ടുകൊടുത്ത നാടൻ മുരിങ്ങ ചെടിയാണ്. ഇങ്ങനെ തെഴുപ്പ് വരുന്നുണ്ട്, ഇലകൾ വന്നില്ല. അതാ ഇതിലും കായകൾ ധാരാളം ഉണ്ടാകുന്നതാണ്. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കായകൾ നീളം കുറവാണ്, കയ്പും കുറച്ച് കൂടുതലാണ്. ഔഷധ ഗുണം കൂടുതലാണെന്നാണ് പറയുക. അതിൻ്റെ തോലെല്ലാം കഞ്ഞിയെല്ലാം വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന നാടൻ മുരിങ്ങേൻ്റെ തോലിൻ്റെ മേൽത്തോല് ആ മുരിങ്ങയാണിത്. എൻ്റെ ചെറിയൊരു കൊമ്പ്. പൊട്ടിയ മുരിങ്ങ പ്രൂൺ ചെയ്യുന്നതാണ് കണ്ടത്. പൊട്ടാത്ത മുരിങ്ങയാണെങ്കിൽ നമ്മൾ മുരിങ്ങേൻ്റെ കായ പറിച്ചെടുത്തിട്ടാകുമ്പോൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ 2-3 കൊമ്പുകൾ ഒരു ശാഖയിൽ തന്നെ വരുന്നതായിരിക്കും.
അധികം ഉയരത്തിൽ പോവുകയില്ല, പറിച്ചെടുക്കാനും എളുപ്പം. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.